എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ടെസ്റ്റ് എന്ന സെഷനിലേക്ക് സ്വാഗതം. 10 ചോദ്യങ്ങളുള്ള ഡെയിലി ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ റിവിഷൻ നന്നാക്കാനും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ റീകളക്ട് ചെയ്യാനുമുള്ളൊരു അവസരമാണ്. അപ്പോൾ 10 ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം വായിക്കാം. പൊതുവേ 10 ചോദ്യങ്ങൾ വായിച്ച് പിന്നെയാണ് ഉത്തരം പറയുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതിയാണ് ധ്വനി. കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതിയാണ് ധ്വനി. ട്രൂ ഓർ ഫോൾസ് പറയാനാണ്, ശരിയാണോ തെറ്റാണോ എന്ന് പറയാനാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏത്? വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണെന്നാണ് ചോദ്യം. 4, ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏത്? ശബ്ദത്തിൻ്റെ വേഗത കുറഞ്ഞ മാധ്യമം ഏത്? 5, ആർദ്രത കൂടുമ്പോൾ ശബ്ദത്തിൻ്റെ വേഗതയ്ക്ക് എന്ത് പറ്റും? ആർദ്രത കൂടുമ്പോൾ, ഡെൻസിറ്റി കൂടുമ്പോൾ ശബ്ദത്തിൻ്റെ വേഗതയ്ക്ക് എന്ത് പറ്റും? ഇരു കൂട്ടുകാർക്കും ഗുണകരമായ വിധത്തിൽ 2 ജീവികൾ തമ്മിലുള്ള സഹജീവിതം എന്നത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഇരു കൂട്ടുകാർക്കും ഗുണകരമായ വിധത്തിൽ 2 ജീവികൾ തമ്മിലുള്ള സഹജീവിതം അല്ലേ? എന്താണ് ഇതിൻ്റെ ഇൻറ്ററാക്ഷന് പേര് പറയുന്നത്? 7, സിംബെക്സ് എന്ന സൈനികാഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും മറ്റേത് രാജ്യവും തമ്മിലാണ്. ഏത് മൃഗസംരക്ഷണ പദ്ധതിയാണ് സുവർണ ജൂബിലി ആചരിക്കുന്നത്? ഈ ഏപ്രിൽ 1, 2023 ഏത് മൃഗസംരക്ഷണ പദ്ധതിയാണ് സുവർണ ജൂബിലി ആചരിക്കുന്നത്? ഈയിടെ അന്താരാഷ്ട്ര ഫുട്ബോൾ കരിയറിൽ 100 ഗോളുകൾ തികച്ചതാരാണ്? ഈയിടെ അന്താരാഷ്ട്ര ഫുട്ബോൾ കരിയറിൽ 100 ഇൻ്റർനാഷണൽ ഗോളുകൾ തികച്ച താരം ആരാണ്? ചരിത്രത്തിൽ ആദ്യമായി ക്രിമിനൽ കുറ്റത്തിന് അറസ്റ്റിലായ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആര്? ചരിത്രത്തിൽ ആദ്യമായി ക്രിമിനൽ കുറ്റത്തിന് അറസ്റ്റിലായ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആര്? അപ്പോൾ ഇതിൽ കട്ട് ഓഫ് 8 മാർക്കാണ്. 5-ൽ താഴെയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിക്ക് ഒന്ന് നോക്കി കൂടുതൽ റിവിഷനൊക്കെ ആവശ്യമാണ്. അപ്പോൾ 8 കട്ട് ഓഫ് അല്ലേ? അപ്പോൾ ഉത്തരം പറയാം. കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കാനുള്ള പദ്ധതി ഏതാണ്? ധ്വനി അല്ലേ? അത് ശരിയല്ലേ? ഇറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണ്? ലിവറാണ്, കരളാണ് ആന്തരിക അവയവം. ഏറ്റവും വലിയ ആന്തരിക അവയവം കരൾ കേട്ടോ. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? തലാമസാണ് വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം. ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വാതക അഥവാ വായുവിലാണ് ഏറ്റവും കുറവ് അല്ലേ? ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വായുവാണ്. ആർദ്രത കൂടുമ്പോൾ ശബ്ദത്തിൻ്റെ വേഗത എന്താണ് ചെയ്യുക? കൂടും അല്ലേ? കൂടും. ആർദ്രത ഡെൻസിറ്റി കൂടുമ്പോൾ എന്താണ്? ആർദ്രത കൂടും. 6, ഇരു കൂട്ടുകാർക്കും ഗുണകരമായ വിധത്തിൽ 2 ജീവികൾ തമ്മിലുള്ള സഹവാസം അല്ലെങ്കിൽ സഹജീവിതം 2 പേർക്കും ഗുണമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താണ്? മ്യൂച്വലിസം എന്നാണ് പറയുക. മ്യൂച്വലിസം അല്ലേ? 7, സിംബെക്സ് എന്ന സൈനിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യ ആൻഡ് സിംഗപ്പൂരാണ്. സിംഗപ്പൂരാണ് മറ്റേ രാജ്യം. ഏത് മൃഗസംരക്ഷണ പദ്ധതിയാണ് സുവർണ ജൂബിലി ആചരിക്കുന്നത്? ഏത് മൃഗസംരക്ഷണ പദ്ധതിയാണ്? പ്രൊജക്റ്റ് ടൈഗർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊജക്റ്റ് ടൈഗർ. ഇതൊന്ന് ഓർത്ത് വെക്കണം. പ്രൊജക്റ്റ് ടൈഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈയിടെ അന്താരാഷ്ട്ര ഫുട്ബോൾ കരിയറിൽ 100 ഗോളുകൾ തികച്ചത് മെസ്സി. ചരിത്രത്തിൽ ആദ്യമായി ക്രിമിനൽ കുറ്റത്തിന് അറസ്റ്റിലായ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ട്രംപാണ്. ഓക്കെ. അപ്പോൾ കട്ട് ഓഫ് 8, ഡെയിലി ടെസ്റ്റിൻ്റെ കട്ട് ഓഫ് 8 ആണ്. 5-ൽ താഴെയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ബൈ, ടേക്ക് കെയർ.